നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GST ഇൻട്രൊഡക്ഷൻ പാർട്ട് 2 ആണ്. GST ഇൻട്രൊഡക്ഷൻ പാർട്ട് 2-ലെ കണ്ടൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്റ്റേജസ് ആൻഡ് എവല്യൂഷൻ ഓഫ് GST, അതായത് GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം വന്ന സ്റ്റേജസ് ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം ഇന്ത്യയിലേക്ക് വന്നത്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളത് നോക്കാനായിട്ട് പോകുന്നത്. സെക്കൻഡ് വൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ഫ്രെയിംവർക്ക് ഓഫ് GST, അതായത് GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം ഏത് ഭരണഘടനയുടെ അണ്ടറിലാണ് വരുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് ആർട്ടിക്കിൾ, ഇതിൻ്റെയൊക്കെ അടിയിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടോപ്പിക്കാണ്, സ്റ്റേജസ് ആൻഡ് എവല്യൂഷൻ ഓഫ് GST, സെക്കൻഡ് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് സ്റ്റേജസ് ആൻഡ് എവല്യൂഷൻ ഓഫ് GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം 1954 ലോകത്തേട്ട് GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇന്ത്യയാണ് കുറച്ചുകൂടി ബെറ്റർ, പല രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ ടാക്സ് സിസ്റ്റം വളരെ നല്ലതാണെന്നൊക്കെ നമ്മൾ പൂർവികരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ GST എന്നുള്ളൊരു നല്ല ഒരു ടാക്സ് സിസ്റ്റം, അത്തരത്തിലുള്ള ഒരു നല്ലൊരു ടാക്സ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫ്രാൻസ് ആണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ഇവിടെ ലോകത്ത് 90% രാജ്യത്തും എന്തായി GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നിലവിൽ വന്നു കഴിഞ്ഞു. 2017 ആണ് ഇന്ത്യയിൽ GST എന്നുള്ള ടാക്സ് സമ്പ്രദായം വരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 2020 ഇപ്പോൾ ഏകദേശം 90% രാജ്യത്തും GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നിലവിൽ വന്നു. അതായത് 195 രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 170-175 രാജ്യങ്ങളിലോളം GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം നിലവിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇന്ത്യ ഈസ് ദ 161th കൺട്രി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 161ാമത്തെ കൺട്രിയാണ് GST ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് 195 രാജ്യങ്ങളിൽ 161ാം സ്ഥാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഒരുപാട് വൈകിപ്പോയി GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നമ്മുടെ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യസ് GST റേറ്റ് ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. പക്ഷേ വൈകിയാണ് വന്നെങ്കിലും എന്താണ്, ഹയസ്റ്റ് റേറ്റ് ആണ്. ഇന്ത്യസ് GST റേറ്റ് ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് പിടിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതിൻ്റെ മാക്സിമം സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് 28% ആണ്, 28%. എന്നാൽ ഇന്ത്യയിലുള്ള സാധാരണ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമബിൾ ഗുഡ്സ്, അതായത് സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന ഒരു ഗുഡ്സുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 18% ടാക്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈടാക്കുന്നത്. എന്നാൽ ചില ഗുഡ്സ് ഉണ്ട്, ആ ഗുഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 28% ടാക്സ് ഈടാക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാലും മറ്റുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയാണ് GST എന്നുള്ളൊരു ടാക്സ് ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് ഈടാക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സ്റ്റേജസ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. GST എന്നുള്ള ടാക്സ് സമ്പ്രദായം ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ്. അതായത് 2000 GST എന്നുള്ള ടാക്സ് സമ്പ്രദായം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. അപ്പോൾ GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം വന്നത്, ആ ഒരു കൺസെപ്റ്റ് വന്നത് തന്നെ 2000 എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് 2005 വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം നിലവിൽ വന്നുള്ളത് നമ്മൾ ഓർക്കണം. 2005 വാല്യൂ ആഡഡ് ടാക്സ് വന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് വരുന്നതിന് മുമ്പേ തന്നെ GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായത്തെ പറ്റി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണ്ട മറ്റൊരു സത്യം. ഓക്കെ, എന്നിട്ട് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്റിന് അത് നടപ്പിലാക്കാനായിട്ടൊന്നും സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം 2001 എന്ത് ചെയ്തു, ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. എന്താണ് എംപവേർഡ് കമ്മിറ്റി? ദ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതായത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ട് അസിംദാസ് ഗുപ്ത എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററെ ചുമതലപ്പെടുത്തി. അപ്പോൾ അസിംദാസ് ഗുപ്തയാണ് അതിൻ്റെ ഹെഡ്, എംപവേർഡ് കമ്മിറ്റിയുടെ. അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു ടാക്സ് സമ്പ്രദായവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു നിയമവും വരുന്നത്, ആ നിയമം വരുമ്പോൾ അതിൻ്റെ പുറകിൽ ആരുണ്ടാവും? ഒരു കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഉണ്ടാവും. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പഠിച്ച് ഗ്രഹിച്ചതിന് ശേഷമാണ് പുതിയൊരു ടാക്സ് സമ്പ്രദായം എന്ത് ചെയ്യുന്നത്, ലോകത്തായിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഈ പറയുന്ന 2001 ഫോം ചെയ്തു എംപവേർഡ് കമ്മിറ്റി. ആ എംപവേർഡ് കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് അസിംദാസ് ഗുപ്തയാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. ശേഷം ഈ പറയുന്ന അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്
അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങി. അവർക്ക് എന്ത് നടപ്പിലാക്കാൻ സാധിച്ചില്ല? GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പിന്നീട് അധികാരത്തിൽ കയറുന്നത് ഒന്നാം UPA സർക്കാരാണ്. അതായത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ അണ്ടറിലുള്ള സർക്കാരാണ് പിന്നീട് അധികാരത്തിൽ കയറുന്നത്. അവർ കയറി ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന P. ചിദംബരം 2006-2007 ആദ്യമായിട്ടൊരു ഫിനാൻസ് ബില്ല് അവതരിപ്പിച്ചു. എന്താണ് ഫിനാൻസ് ബില്ല്? എന്താണ് ബില്ല്? അതായത് ഇന്ത്യയിൽ ഏതൊരു നിയമം ഉണ്ടാവണമെങ്കിലും, അതായത് നിയമം എന്ന് വെച്ചാൽ ആക്റ്റാണ്, ആക്ട് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ലോക്സഭയിൽ പോയിട്ടൊരു ബില്ല് അവതരിപ്പിക്കണം. അതായത് എന്താണോ പദ്ധതി, ആ പദ്ധതി ലോകസഭയിൽ അവതരിപ്പിച്ച്, അതായത് പാർലമെൻറ്റിൽ കൊണ്ടുപോയി അവതരിപ്പിച്ച് ആ പാർലമെൻറ്റിലുള്ള അംഗങ്ങളെല്ലാം അത് പാസ്സാക്കണം. അത് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാജ്യസഭയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? അവിടെയും ഈ സെയിം ബില്ല് തന്നെ അവതരിപ്പിക്കണം. ഈ ബില്ല് അവതരിപ്പിച്ച് അവിടെയും പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് പ്രസിഡൻറ്റ് സൈൻ ചെയ്ത് പ്രസിഡൻറ്റും പാസ്സാക്കിയാൽ മാത്രമാണ് പിന്നീട് അതൊരു ആക്റ്റായിട്ട് നിലവിൽ വരുള്ളൂ. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഒരു നിയമ സംഹിത എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ടൈം ഫിനാൻസ് ബില്ല് അവതരിപ്പിച്ച P. ചിദംബരമാണ്. അത് അവതരിപ്പിച്ചത് എന്ത് മാത്രമാണ്? ഒരു ഫിനാൻസ് ബില്ല് മാത്രമാണ്. പക്ഷേ ആ ബില്ല് പല സംസ്ഥാനങ്ങളും എതിർത്തു. അതായത് ലോക്സഭയിലുള്ള പല MP-മാരും, മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ്, അതിനെ എതിർത്തു. എന്താണ് എതിർക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GST എന്നുള്ള ടാക്സ് സമ്പ്രദായം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് സംസ്ഥാനത്തിന്, കച്ചവടം നടത്തുന്ന സംസ്ഥാനത്തിനേക്കാളും കൂടുതൽ ലാഭം അത് കിട്ടുക. കച്ചവടം നടത്തുന്ന സംസ്ഥാനത്തിന് ഒരു ബെനിഫിറ്റും കിട്ടില്ല. ആരാണോ കൺസ്യൂമർ സ്റ്റേറ്റിനാണ് ആ ടാക്സ് കിട്ടുക. അതായത് ഒരു ഗുഡ്സ് കേരളം തമിഴ്നാട്ടിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ തമിഴ്നാടിനായിരിക്കും ആ ടാക്സ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആയതുകൊണ്ട് പല സംസ്ഥാനം അതിനെ എതിർത്തു. പിന്നെ തന്നെയല്ല, ഓരോ സംസ്ഥാനവും ടാക്സ് പിടിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരാണ് ഇനി ടാക്സ് പിടിക്കാൻ പോകുന്നത്, GST എന്നുള്ള ടാക്സ് പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തെ തടയുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല സംസ്ഥാനവും ഈ ടാക്സ് സമ്പ്രദായത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ P. ചിദംബരവും അതുപോലെ തന്നെ അന്നത്തെ UPA സർക്കാരും അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ഫെബ്രുവരി 2006 അവർ പ്രസ്താവന നടത്തി. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന P. ചിദംബരം പ്രസ്താവന നടത്തി 2010 ഏപ്രിൽ 1 മുതൽ GST എന്നുള്ള ടാക്സ് സമ്പ്രദായം ഇന്ത്യയിൽ വരും എന്നുള്ളത് അവർ പ്രസ്താവന നടത്തി. എന്നാൽ അത് അവർ പറഞ്ഞ വെറുതെ വാക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, അത് നിലവിൽ വന്നൊന്നുമില്ല. ഇൻ ജൂലൈ 2009, അതായത് ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങി. അതായത് 2004 അധികാരത്തിൽ കയറിയ ഒന്നാം UPA സർക്കാർ 2009 അധികാരത്തിൽ 5 വർഷം പൂർത്തീകരിച്ചിട്ട് അധികാരത്തിൽ നിന്നിറങ്ങി. അവർക്ക് GSTനെ പറ്റി ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിയമം നടപ്പിലാക്കാനായിട്ട് 5 വർഷം കൊണ്ട് സാധിച്ചില്ല. വീണ്ടും UPA സർക്കാർ തന്നെ, അതായത് മൻമോഹൻ സിംഗിൻ്റെ അണ്ടറിലുള്ള UPA സർക്കാർ തന്നെ, രണ്ടാം UPA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ കയറി. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ പ്രണബ് മുഖർജി ആയിരുന്നു. അങ്ങനെ ശ്രീ പ്രണബ് മുഖർജി എന്ത് ചെയ്തു? ദ ന്യൂ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അനൗൺസ് ദ ബേസിക് സ്കെൽട്ടൺ ഓഫ് GST സിസ്റ്റം. GST സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് സ്കെൽട്ടൺ, ഒരു രൂപരേഖ വീണ്ടും അവരവിടെ അവതരിപ്പിച്ചു. അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴും അതിനെയും പല ആൾക്കാരും എതിർത്തു, നടപ്പിലായില്ല. ഓപ്പോസിഷൻ ലീഡറും അതങ്ങനെ ഓപ്പോസിഷൻ പാർട്ടിയൊക്കെ അതിനെ എതിർക്കാനുണ്ടായത്. ദെൻ 2009 നവംബറിൽ എന്ത് ചെയ്തു? ആ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഫോം ചെയ്ത എംപവേർഡ് കമ്മിറ്റി, ആ എംപവേർഡ് കമ്മിറ്റി, അതായത് അസിംദാസ് ഗുപ്ത ഹെഡായിട്ടുള്ള ആ എംപവേർഡ് കമ്മിറ്റി എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ, അതായത് അവർ ഇത്രയും നാൾ കൊണ്ട് പഠിച്ച ആ ഒരു പേപ്പർ, ഏകദേശം ഒരു 8 വർഷം കൊണ്ട് പഠിച്ച ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ അവിടെ എന്ത് ചെയ്തു? GSTനെ പറ്റിയുള്ള ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ അവതരിപ്പിച്ചു. ദെൻ മാർച്ച് 2011 ദ ഗവൺമെൻറ് ലെഡ് ബൈ ദ കോൺഗ്രസ് പാർട്ടി, അതായത് രണ്ടാം UPA സർക്കാർ എന്ത് ചെയ്തു? പുട്ട് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 115th അമെൻമെൻറ്റ് ബിൽ. അവർ ഒരു ശരിയായിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ബില്ല് അവിടെ അവതരിപ്പിച്ചു. 115ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് അവിടെ അവതരിപ്പിച്ചത്. അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതായത് 2014 ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പരിശ്രമം കൊണ്ട് തന്നെ ഒരു അമെൻമെൻറ്റ് ബില്ല് അവിടെ അവതരിപ്പിച്ചു. പക്ഷേ എന്നാൽ അതിനെ ഓപ്പോസിഷൻ പാർട്ടീസൊക്കെ എന്ത് ചെയ്തു? അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്ത കാരണം കൊണ്ട് എന്ത് ചെയ്തു? ബിൽ വാസ് സെൻറ്റ് ടു എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. അതായത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ഈ ബില്ലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ്സിന് 2011 ആ 115ാമത്തെ അമെൻമെൻറ്റ് ബില്ല് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? GST എന്നൊരു ടാക്സ് സമ്പ്രദായം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല.
ദെൻ ഫെബ്രുവരി 2013, അതായത് 2013 വീണ്ടും ചിദംബരം അതിനു വേണ്ടിയിട്ട് ശ്രീ പ്രണബ് മുഖർജി അതിനു വേണ്ടിയിട്ട് വീണ്ടും കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. അതായത് പല ആളുകൾക്കും പല സംസ്ഥാനത്തിനുള്ള ഒരു നഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള വരുമാനം നഷ്ടമാവും എന്നുള്ളത് തീർച്ചയാണ്. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആ നഷ്ടം നികത്തുക എന്നുള്ളതാണ് പല സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തു, എല്ലാവർക്കും എല്ലാ സംസ്ഥാനത്തിനും കൂടിയിട്ട് ഒരു 9,000 കോടി രൂപ ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് മാറ്റിവെച്ചു. പക്ഷേ അതുപോലും ഓപ്പോസിഷൻ പാർട്ടീസ് എതിർത്തു. കാരണം മെയിനായിട്ട് അതിനെ എതിർത്ത് ഗുജറാത്താണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 കോടിയോളം രൂപ അവർക്ക് നഷ്ടമാവും. GST എന്നുള്ള ടാക്സ് സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ 10,000 കോടിയോളം രൂപ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് ഈ 9,000 കോടി കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു ന്യായീകരണം. പക്ഷേ UPA സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 അവർ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ, രണ്ടാം UPA സർക്കാരായിരിക്കുമ്പോഴെങ്കിലും തന്നെ അവർക്ക് എന്ത് ചെയ്യണം, GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നിലവിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ 9,000 crore എന്നുള്ളൊരു ഉപാധി അവിടെ മുന്നോട്ട് വെച്ചത്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് 2014 115ാമത്തെ അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിച്ച ആ ബില്ല് എന്ത് ചെയ്തായിപ്പോയി, ലാപ്സ് ആയിപ്പോയി. കാരണം 2014 ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു, അധികാരത്തിൽ കയറി. അങ്ങനെ അധികാരത്തിൽ കയറണ കാരണം കൊണ്ട് മെയ് 2014, അതായത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലാവധി അവസാനിച്ചു. ആ കാലാവധി അവസാനിച്ചത് കൊണ്ട് തന്നെ ആ ബില്ല് എന്ത് ചെയ്തായിപ്പോയി, ലാപ്സ് ആയിപ്പോയി. ദെൻ പിന്നെ വരുന്നത് പുതിയ സർക്കാരാണ്. ആ പുതിയ സർക്കാരിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി ഡിസംബർ 2014, അതായത് ഇവർ അധികാരത്തിൽ കയറി 6 മാസത്തിനുള്ളിൽ തന്നെ ഇവരെന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു അമെൻമെൻറ്റ് ബില്ല് അവിടെ അവതരിപ്പിച്ചു. ഒരു പുതിയൊരു ഭരണഘടന അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിച്ചു. 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് അവർ അവതരിപ്പിച്ചത്. ഓക്കെ, 2014 ഇൻ ദ പാർലമെൻറ്റ്. 2014 ഡിസംബറിൽ അത് അവിടെ അവതരിപ്പിച്ചു. 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് അവർ അവതരിപ്പിച്ചത്. അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ. ദെൻ പക്ഷേ ആ സമയത്തും പല ആളുകളും അതിനെ എതിർത്തു. അതായത് ഈ GST എന്നുള്ള ടാക്സ് സമ്പ്രദായത്തെ കോൺഗ്രസ് പാർട്ടി, പിന്നീടുള്ള ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് അവരതിനെ എതിർക്കാനുണ്ടായത്. ദെൻ ഫെബ്രുവരി 2015, അതായത് ഫെബ്രുവരി 2015 ജെയ്റ്റ്ലി ഇൻ ഹിസ് ബജറ്റ് സ്പീച്ച് ഇൻഡിക്കേറ്റഡ് ദാറ്റ് the government is looking to implement GST system by 1st April 2017. അതായത് 2016 ഏപ്രിൽ 1 മുതൽ GST നടപ്പിലാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ ജെയ്റ്റ്ലി അവിടെ അവതരിപ്പിച്ചു. ഫെബ്രുവരി 2015 ബജറ്റിൽ അവതരിപ്പിച്ചു. എന്നാൽ അവർക്കത് പെട്ടെന്ന് അങ്ങനെയൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല. മെയ് 2015 ബിൽ വാസ് പാസ്ഡ് ബൈ ലോക്സഭ. ഈ 2014 അവതരിപ്പിച്ച് 122ാമത്തെ ബില്ല് പലതവണയായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് മെയ് 2015 ലോക്സഭ അതെന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കാനായിട്ടുള്ള മെയിൻ കാരണം BJP സർക്കാരിന് ലോക്സഭയിലുണ്ടായിരുന്ന അതികഠിനമായിട്ടുള്ള ഭൂരിപക്ഷം കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചത്, 2015 ആ ബില്ല് പാസ്സാക്കാനായിട്ട് സാധിച്ചത്. UPA സർക്കാരിന് അത് നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നതും എന്തുകൊണ്ട് തന്നെയാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ലോക്സഭയിൽ ഇല്ലാത്തത് കൊണ്ടും തന്നെയാണ്. പക്ഷേ എന്നാൽ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗരേഖയും അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ, അതായത് ഓരോ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന തുകക്കുള്ളൊരു സൊല്യൂഷൻ കൃത്യമായിട്ട് UPA സർക്കാരിന് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് ആർക്ക് സാധിച്ചു, ഈ പറയുന്ന BJP സർക്കാരിന് സാധിക്കാനുണ്ടായത്. ദെൻ ഓഗസ്റ്റ് 2015, അങ്ങനെ 2015 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു, രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിച്ചു. അപ്പോൾ ലോക്സഭയിലും ബില്ല് അവതരിപ്പിക്കണം, രാജ്യസഭയിലും ബില്ല് അവതരിപ്പിക്കണം, പ്രസിഡൻറ്റും ഈ ബില്ലിന് ഒപ്പുവെക്കണം. എന്നാൽ മാത്രമാണ് ഇത് ആക്റ്റാക്കി നിയമമാക്കി പാസ്സാക്കാനായിട്ട് ഈ BJP സർക്കാരിന് സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ 2015 ഇവർക്കത് സാധിച്ചില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം കുറവായതുകൊണ്ട് തന്നെ BJP സർക്കാരിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം കുറവായതുകൊണ്ട് തന്നെ അതിനെ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു, എതിർത്തു. ദ ബിൽ ഈസ് നോട്ട് പാസ്ഡ് ഇൻ രാജ്യസഭയിൽ അത് പാസ്സായില്ല. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കോൺഗ്രസ് പാർട്ടി എതിര് നിൽക്കുന്ന ആ ഒരു പ്രതിപക്ഷം മെയിനായിട്ട് മുന്നോട്ട് വച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ഇങ്ങനെയൊന്നും കൂട്ടാൻ പറ്റില്ല, ടാക്സ് റേറ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇങ്ങനെ രണ്ടുപേര് സ്റ്റേറ്റും സെൻട്രലും കൂടിയിട്ട് ഒരുമിച്ച് ടാക്സ് പിടിക്കുമ്പോഴത്തേക്കും ഹ്യൂജ് റേറ്റ് ടാക്സ് ഒന്നും പറ്റില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ഡിമാൻഡ്. ആ ഡിമാൻഡ് അംഗീകരിക്കാനായിട്ട് അരുൺ ജെയ്റ്റ്ലി തയ്യാറായി.
അങ്ങനെ എന്ത് ചെയ്തു, GST റേറ്റ് നോട്ട് ടു ബി സെറ്റ് അബവ് 18%. അതായത് 18% മുകളിൽ GST എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിക്കില്ല എന്നുള്ളൊരു നിയമമാണ് ജെയ്റ്റ്ലി മുന്നോട്ട് വച്ച എഗ്രിമെൻറ്റ്. അതിന് കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. കാരണം അവർ വച്ച ഡിമാൻഡ് വച്ചിട്ട് എന്ത് ചെയ്തു, അരുൺ ജെയ്റ്റ്ലി അവിടെ ഒരു പുതിയൊരു ഉപാധി ഉണ്ടാക്കി 18% മുകളിൽ ടാക്സ് റേറ്റ് പിടിക്കില്ല എന്നുള്ളത്. പക്ഷേ അവിടെ അരുൺ ജെയ്റ്റ്ലി ചെയ്തൊരു മറ്റൊരു കാര്യമുണ്ട്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ ഈ 18% ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള അധികാരം ആ സമയത്തുള്ള ഗവൺമെൻറ്റിന് ഉണ്ടാവും എന്നുള്ളൊരു ക്ലോസ് വച്ചിട്ടാണ് ജെയ്റ്റ്ലി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ നിലവിലുള്ള 18% ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കാലാകാലം അങ്ങനെ നിലനിൽക്കും എന്നുള്ളതും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതെന്ത് ചെയ്യും, പതിയെ അതിൻ്റെ ടാക്സ് റേറ്റ് കൂടാനായിട്ട്, എന്തെങ്കിലും എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാർച്ച് 2016 അത് അംഗീകരിച്ചത്. ദെൻ June 2016, the Ministry of Finance releases the draft model law on GST to the public. അതായത് ഡ്രാഫ്റ്റ് മോഡൽ ലോ, അതായത് കരട് ബില്ല് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഈ കരട് ബില്ല് പബ്ലിക്കിന് മുന്നിലായിട്ട് അവതരിപ്പിച്ചു ഫിനാൻസ് മിനിസ്ട്രി, അതായത് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചു. എക്സ്പെക്ടിങ് സജഷൻസ് ആൻഡ് വ്യൂസ്, ആൾക്കാർക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കാണാൻ വേണ്ടിയിട്ട് ഈ ബില്ല് അവിടെ അവതരിപ്പിച്ചു ജൂൺ 2016. ദെൻ ഓഗസ്റ്റ് 2016 the bill was passed in രാജ്യസഭ. ഓക്കെ, അപ്പോൾ 2015 അവതരിപ്പിച്ച ആ ബില്ല് അത് ശേഷം പാസ്സാവുന്നത്, ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞ ബില്ല് പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് രാജ്യസഭയിൽ എന്ത് ചെയ്യുന്നത്, പാസ്സാവുന്നത്. അപ്പോൾ രാജ്യസഭയിൽ 2016 ആയപ്പോഴത്തേക്കും BJP സർക്കാരിന് അവിടെ കുറച്ച് ഒരു ഭൂരിപക്ഷം കൂടിയത് കാരണം കൊണ്ടാണ് അത് എന്ത് ചെയ്തത്, രാജ്യസഭയിൽ 2016 ഓഗസ്റ്റിൽ അത് പാസ്സാവാനായിട്ടുള്ള ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ കുറച്ചും കൂടിയും സുതാര്യമായിട്ടുള്ള ഒരു ടാക്സ് സമ്പ്രദായമായിട്ട് GSTനെ അവിടെ അവതരിപ്പിക്കാനുണ്ടായത്. അതായത് ഓരോ സംസ്ഥാനത്തിനും നഷ്ടം വരുന്ന കോമ്പൻസേഷനൊക്കെ നൽകാം എന്നുള്ളൊരു പ്രസ്താവനയും, അതുപോലെ തന്നെ 18% ടാക്സ് ആണ് മാക്സിമം ഈടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിമാൻഡൊക്കെ കോൺഗ്രസ് പാർട്ടി വച്ചു. ആ ഡിമാൻഡ് അംഗീകരിച്ചത് കൊണ്ട് തന്നെ രാജ്യസഭയിൽ 2016 ഓഗസ്റ്റിൽ അവിടെയും പാസ്സായി. അപ്പോൾ 2015 ലോക്സഭയിലും ആ ബില്ല് പാസ്സായി, 2016 രാജ്യസഭയിലും സെയിം ബില്ല് തന്നെ എന്തായി, പാസ്സായി. അമെൻമെൻറ്റ് ബില്ലാണ് പാസ്സായത്, 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് പാസ്സായത്. ദെൻ അപ്പോൾ ഇതൊരു കരട് ബില്ലാണത്. ഓക്കെ, September 2016 the Honorable President of India gives his consent for the Constitution. അതായത് ഇതൊരു നിയമമാക്കിക്കൊള്ളാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രസിഡൻറ്റ് പറഞ്ഞു. 2016 സെപ്റ്റംബറിലെ പ്രസിഡൻറ്റ് ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞു ഇത് ഒരു നിയമമാക്കിക്കോ, കുഴപ്പമില്ല എന്നുള്ളത് അവർ അംഗീകരിച്ചു. അങ്ങനെ 3 സ്റ്റേജും കഴിഞ്ഞു. അതായത് ഒന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു 122ാമത്തെ അമെൻമെൻറ്റ് ബില്ല്, രാജ്യസഭയിലും ആ 122ാമത്തെ അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിച്ചു. ശേഷം പ്രസിഡൻറ്റ് ആ ഒരു കരട് ബില്ലിനെ എന്ത് ചെയ്തു, അതിന് കൺസെൻറ്റ് നൽകി അത് നിലവിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ അമെൻമെൻറ്റ് ബില്ല് 101ാമത്തെ അമെൻമെൻറ്റ് ബില്ലായിട്ട് മാറി. 101st അമെൻമെൻറ്റ് ബിൽ ടു ബിക്കം ആൻ ആക്ട്. അതായത് 101ാമത്തെ അമെൻമെൻറ്റ് ബില്ല് ആക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ദെൻ 12th April 2017, അതായത് ഏപ്രിൽ 2017 എന്ത് ചെയ്തു, ഓരോ സംസ്ഥാനവും അതുപോലെ തന്നെ മറ്റേ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ കൂടിയിട്ട് GSTയുടെ പല ആക്റ്റുകളും ഉണ്ടാക്കി. അതായത് സെൻട്രൽ GST ബില്ല് ആക്റ്റാക്കി മാറ്റി. അതിനകത്ത് പറയുന്നതാണ് CGST ആക്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് GST ബില്ല്, ദാറ്റ് ഈസ് IGST ആക്ട്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി GST ബില്ല്, അതായത് UTGST ആക്ട്. അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ ആക്ട് എന്നുള്ള 4 ആക്റ്റുകളും ഏപ്രിൽ 2017 12-ാം തീയതി എന്ത് ചെയ്തു, ഇന്ത്യയിൽ അങ്ങനെ ഒരു ആക്ട് നിലവിൽ വരാണ് ഉണ്ടായത്. ദെൻ GST was successfully implemented by Honorable Prime Minister Shri Narendra Modi on 1st July 2017 in the Central Hall of Parliament. അതായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അതുപോലെ തന്നെ ശ്രീ പ്രണബ് മുഖർജി പ്രസിഡൻ്റായിരുന്ന 2 പേരും കൂടിയിട്ട് എന്ത് ചെയ്തു, GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നിലവിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിട്ട് അവിടെ അവതരിപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ, അതായത് ജൂലൈ 1-ാം തീയതി മുതൽ അങ്ങനെ ഒരു ടാക്സ് സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വരുമെന്ന് അവർ പ്രസ്താവിച്ചു. അങ്ങനെ 2017 ജൂലൈ 1-ാം തീയതി മുതൽ GST എന്നുള്ള ടാക്സ് സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. ഇതാണ്
ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ഏതൊക്കെ ആർട്ടിക്കിൾ, ഏതൊക്കെ ഷെഡ്യൂള്, ഏതൊക്കെ ലിസ്റ്റ് പ്രകാരമാണ് GST എന്നുള്ള ടാക്സ് സമ്പ്രദായം നിലവിൽ വരുന്നത്, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ GST വരാനായിട്ട് വൈകിപ്പോയത്. അപ്പോൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് GST വരാനായിട്ട് വൈകിപ്പോയത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലും തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് വരുത്തിയ ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്രൈസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 11 ആണ്. അതായത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 11 പറയുന്നു, ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റും യൂണിയനും, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറയുന്ന ഒരു പാർട്ടാണ് പാർട്ട് 11. ആ പാർട്ട് 11ൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 245 ഉണ്ട്, 246 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് 245 പറയുന്നത്? ആർട്ടിക്കിൾ 245 ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ. അതായത് സ്റ്റേറ്റും യൂണിയനും, സെൻട്രലും അതുപോലെ തന്നെ സ്റ്റേറ്റും തമ്മിലുള്ള പവേഴ്സ്, ആ പവേഴ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 245, ആർട്ടിക്കിൾ 245. ഈ ആർട്ടിക്കിൾ 245 നിലനിൽക്കുന്നത് ഒരു ത്രെട്ടാണ്. അതായത് GST കൊണ്ടുവരാനായിട്ട് ഒരു പ്രോബ്ലമാണ്. അതായത് ഓരോ സംസ്ഥാനത്തിനും ഓരോ സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സെപ്പറേറ്റ് ആയിട്ട് ലോ ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം ഉണ്ടെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ആർട്ടിക്കിളാണ് 245 എന്ന് പറയുന്നത്. അപ്പോൾ GST വരണമെന്നുണ്ടെങ്കിൽ ഈ 245 മാറ്റം കൊണ്ടുവരണം. ദെൻ ആർട്ടിക്കിൾ 246. എന്താണ് ആർട്ടിക്കിൾ 246 പറയുന്നത്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ എനാക്ട് ലോസ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെപ്പറേറ്റ് നിയമം ഉണ്ടാക്കാം, സെൻട്രൽ ഗവൺമെൻറ്റും സെപ്പറേറ്റ് നിയമം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആർട്ടിക്കിൾ 245ഉം 246 അനുസരിച്ച് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഫെഡറൽ നേഷനാണ്. എന്താണ് ഒരു ഫെഡറൽ നേഷൻ? ഇന്ത്യക്ക് സെപ്പറേറ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് സെപ്പറേറ്റ് നിയമം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യനെ എന്ത് വിളിക്കുന്നത്? ഒരു ഫെഡറൽ നേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഫെഡറൽ സംവിധാനത്തിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചാലാണ് ഇന്ത്യയിൽ മൊത്തം ഒറ്റ ടാക്സാക്കി മാറ്റുന്ന ഒരു ടാക്സ് സമ്പ്രദായമാക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് ഏത് ആർട്ടിക്കിൾസ് വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്? ആർട്ടിക്കിൾ 245ഉം 246ഉം അതൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതുകൂടാതെ വേറൊരു ആർട്ടിക്കിൾ കൂടി തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 246 എന്തുകൊണ്ടാണ് തടസ്സം നിൽക്കുന്നത്? എന്താണ് ആർട്ടിക്കിൾ 246? ആർട്ടിക്കിൾ 246 ലിസ്റ്റ് 1 ഉണ്ട്. അതായത് 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1, ദാറ്റ് ഈസ് യൂണിയൻ ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ് പറയുന്നത്? മെൻഷൻ ദാറ്റ് യൂണിയൻ പാർലമെൻറ്റ് ഹാസ് ഓൾ ദ പവർ ടു മേക്ക് ലോസ് ആപ്ലിക്കബിൾ വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അധികാരമുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 246. ഏത് ഷെഡ്യൂളാണ് പറയുന്നത്? 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1. അപ്പോൾ ആർട്ടിക്കിൾ 246 തന്നെ 3 ലിസ്റ്റുകളുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. അതിൽ ലിസ്റ്റ് 1 ആണ് യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ നിയമം കൊണ്ടുവരാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡാണ് ആർട്ടിക്കിൾ 246 ലിസ്റ്റ് 2, 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 2 ആണ്. അതിനെ പറയുകയാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ അതാത് സ്റ്റേറ്റിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനുള്ള പവറാണ് ആർട്ടിക്കിൾ 246 ലിസ്റ്റ് 2. ദെൻ ലിസ്റ്റ് 3 ആണ്, ദാറ്റ് ഇസ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർ കൂടി ഒരുമിച്ച് നിയമം കൊണ്ടുവരാനായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് ആർട്ടിക്കിൾ 246 ലിസ്റ്റ് 3 പറയുന്നത്. ദാറ്റ് ഇസ് കൺകറൻറ്റ് ലിസ്റ്റ്. ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ എനി സബ്ജക്റ്റ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാം? ഒരുമിച്ചിട്ട് പുതിയ ഒരു ടാക്സ് സമ്പ്രദായം കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. ലിസ്റ്റ് 3 പറയുന്നത് 2 പേർ കൂടി ഒരുമിച്ചിട്ടാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 പേർക്ക് ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മെജോറിറ്റി റൈറ്റും നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് 3 ലിസ്റ്റ്. ഈ 3 ലിസ്റ്റ് നേരത്തെ മുതലുള്ളതാണ്. ഈ 3 ലിസ്റ്റിനെ മറികടന്നുകൊണ്ട് മറ്റൊരു പുതിയ ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ആർട്ടിക്കിൾ റിമൂവ് ചെയ്യണം. നിലവിലുള്ള ആർട്ടിക്കിൾ റിമൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ ഒരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 246 തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് GST ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാദ്യമായിട്ട് ഇവർ പരിശ്രമിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 246 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്, ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ GSTനെ കൊണ്ടുവരാമെന്നാണ് ആദ്യം ശ്രമിച്ചത്. അപ്പോൾ വാല്യൂ ടാക്സ് എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം വന്നത് ഈ ലിസ്റ്റ് 3നെ പിൻപറ്റിക്കൊണ്ടാണ് വാല്യൂ ടാക്സ് വന്നത്. പക്ഷേ വാല്യൂ ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അവരവരുടേതായിട്ടുള്ള ആക്ട് ഉണ്ടാക്കാം.
അവർക്ക് എന്ത് ചെയ്യാം, ടാക്സ് പിടിക്കാം. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞൊരു ടാക്സ് സിസ്റ്റമാണ് വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അനുശാസിച്ച ഒരു ടാക്സ് സമ്പ്രദായമാണ് വാല്യൂ ആഡഡ് ടാക്സ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അതിന് വലിയ റൈറ്റ് ഒന്നുമില്ല. ഓരോ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാം, ആ ടാക്സ് സമ്പ്രദായം അവരവരുടേതായിട്ട് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം, ഓരോ സംസ്ഥാനത്തും കൊണ്ടുവരാം. അങ്ങനെ ഒരു റേറ്റാണ് ഈ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിസ്റ്റ് 3ൽ വെച്ചിട്ട് നമുക്ക് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല മറ്റേ ഫിനാൻഷ്യൽ അനലിസ്റ്റൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. ദെൻ ആർട്ടിക്കിൾ 245 ഇതും ഒരു പ്രശ്നമായിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ദ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഷാൽ പ്രിവെയിൽ ഓവർ ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിൻ്റെ മേലിൽ ആർക്ക് അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് അധികാരമുണ്ടെന്നുള്ള ഒരു 254 ഈ 2 ആർട്ടിക്കിളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ GST മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ GST എന്നുള്ളൊരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിലങ്ങുതടിയായിട്ട് മെയിനായിട്ട് നിന്ന 2 ആർട്ടിക്കിൾസാണ് 254ഉം 246ഉം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറെ ഒരെണ്ണമുള്ളതാണ് 245 എന്ന് പറയുന്നത്. അപ്പോൾ 245, 246 അതുപോലെ തന്നെ 254 ഈ 3 ആർട്ടിക്കിളാണ് മെയിനായിട്ട് GST വരാനായിട്ട് താമസിപ്പിച്ച ഏറ്റവും ഇതായിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദീസ് ബോത്ത് ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഈ 254, 246 കുറച്ചും കൂടി ക്രൂവലായിട്ടുള്ള ആക്റ്റുകൾ, ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്തു, ഹാവ് ബീൻ ഓവർ റൂൾഡ്. അതിനെന്ത് ചെയ്തു, ഓവർ റൂൾ ചെയ്തു. അതായത് നിലവിലുള്ളത് മാറ്റിയില്ല, അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് മറികടന്നുകൊണ്ട് പുതിയ ഒരു ആർട്ടിക്കിൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ് ഗവൺമെൻറ് അവതരിപ്പിച്ചത്. വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് പവർ ടു ലെവി GST എംപവർ ടു പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് എവരി സ്റ്റേറ്റ്. അതായത് പാർലമെൻറ്റിനും അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും എന്ത് ചെയ്യാൻ സാധിക്കും, GST എന്നുള്ളതിൽ തുല്യമായിട്ടുള്ളൊരു പവർ കൊണ്ടുവരുന്ന ഒരു സംഭവം, ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ 254ഉം 246ഉം മാറ്റാതെ തന്നെ പുതിയ 2 ആർട്ടിക്കിൾ അവിടെ കൊണ്ടുവരാനുണ്ടായത്. ഈ ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 246A. അതായത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. GST എന്നുള്ള ടാക്സ് സമ്പ്രദായം വന്നപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന അമെൻഡ് ചെയ്ത 2 ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 246Aയും 269Aയും. ഓക്കെ, എന്താണ് 246A? Inserted the constitution which confers power to the parliament and legislature of every state to make laws with respect to GST. അതായത് പാർലമെൻറ്റിന് എന്തുണ്ടാക്കാം, കൃത്യമായിട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കാം 246 പ്രകാരം, വിച്ച് കൺഫേഴ്സ് പവർ ടു ദ പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് എവരി സ്റ്റേറ്റ്. പാർലമെൻറ്റിനും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെ ഭരണസമിതിക്കും എന്ത് ചെയ്യാം, GSTയുമായി ബന്ധപ്പെട്ട് ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അധികാരം. ആ അധികാരമാണ് ആർട്ടിക്കിൾ 246. ഈ ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ് CGST ആക്ട് എന്നുള്ളൊരാക്റ്റും SGST എന്നുള്ളൊരാക്റ്റും ഇന്ത്യയിൽ നിലവിൽ വരാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇനി അടുത്താണ് ആർട്ടിക്കിൾ 269. ഇതെന്തിനാണ് കൊണ്ടുവന്നത്? ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇൻ കോഴ്സ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ്. അന്യ സംസ്ഥാനത്തിൻ്റെ കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ തമിഴ്നാടും കേരളവും അല്ലെങ്കിൽ കർണാടകയും കേരളം ഇങ്ങനെയുള്ള ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് നടത്തുമ്പോൾ ഒരു ടാക്സ് പിടിക്കണമല്ലോ. ആ ടാക്സ് ഏത് ടാക്സാണ്? IGST. ആ IGST എന്നുള്ളൊരു ആക്ട് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലുള്ള ആർട്ടിക്കിളാണ് 269. ആ 269 പൊളിച്ച് മാറ്റിക്കൊണ്ട് 269A എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ GST എന്നുള്ളൊരു ടാക്സ് സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 246Aയും ആർട്ടിക്കിൾ 269Aയും എന്നുള്ള 2 അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യയിൽ പുതിയൊരു ടാക്സ് സമ്പ്രദായം നിലവിൽ വന്നത്. ഇതിനുശേഷം കേരളത്തിൽ വന്ന ടാക്സാണ് കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017. അത് നിലവിൽ വന്ന് 16th day of September 2017 ആണ്. 2017, അതായത് ഇന്ത്യയിൽ GST ജൂലൈ 1 മുതൽ നിലവിൽ വന്ന് ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, GST എന്നുള്ളൊരു നിയമം ഇന്ത്യയിൽ ഇവിടെ കേരളം പാസ്സാക്കുന്നത്. ദ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ആൻഡ് അസെൻറ്റ് ഓഫ് ദ ഗവർണർ ഓൺ 16th day of the September 2017. സെപ്റ്റംബർ 2017 സെപ്റ്റംബർ 16 കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2017 പാസ്സാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഏപ്രിൽ മാസത്തിൽ CGST ആക്റ്റും അതുപോലെ തന്നെ CGST ആക്റ്റും അതേപോലെ തന്നെ IGST ആക്റ്റും അങ്ങനെയുള്ള ആക്റ്റുകൾ UTGST ആക്റ്റൊക്കെ
നേരത്തെ തന്നെ നിലവിൽ വന്നു. അതിനുശേഷമാണ് ഓരോ സംസ്ഥാനവും എന്ത് ചെയ്തത്, അവരവരുടേതായിട്ടുള്ള ടാക്സിൻ്റെ ആക്റ്റുകൾ ഉണ്ടാക്കിയത്. കേരളത്തിൻ്റെ GSTയുടെ ആക്റ്റാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, അതായത് SGST ആക്ട് എന്ന് പറയും. അതിൻ്റെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദ കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2017. അത് പാസ്സാക്കിയത് എന്നാണ് സെപ്റ്റംബർ 2017 16-ാം തീയതി. താങ്ക് യു.